ആദായനികുതി വകുപ്പ് പാർട്ടിയെ വേട്ടയാടുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി M. വർഗീസ്. പാർട്ടിയുടെ 1 കോടി രൂപ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിന്റെ നടപടിയെ നിയമപരമായി നേരിടുമെന്നും M. വർഗീസ്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ നീക്കം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ക്യാൻസറിനടക്കമുള്ള വില കൂടിയ മരുന്നുകൾ പുറമേ നിന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിൽ രോഗികൾ. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ചുട്ടുപൊള്ളി ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. പെരിങ്ങൽകുത്ത് പുളിയലപ്പാറയിൽ കരടിയിറങ്ങി. മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പതിവാകും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ആദായനികുതി വകുപ്പ് പാർട്ടിയെ വേട്ടയാടുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി M. വർഗീസ്. തൃശൂരിൽ പാർട്ടി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ 1 കോടി രൂപ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിന്റെ നടപടിയെ നിയമപരമായി നേരിടും. അക്കൌണ്ടുകൾ മരവിപ്പിച്ച് പാർട്ടിയെ തളർത്താനാവില്ല. പാർട്ടിയുടെ എല്ലാ ഇടപാടുകളും സുതാര്യമാണ്. പുകമറ സൃഷ്ടിച്ച് തെറ്റിദ്ധാരണ നടത്താൻ ശ്രമിക്കുകയാണ്. ബാങ്ക് വരുത്തിയ പിഴവിന് പാർട്ടി എങ്ങനെ ഉത്തരവാദിയാകുന്നത് എങ്ങനെയെന്ന് M. വർഗീസ് ചോദിച്ചു. പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് ബാങ്കാണെന്ന് M. വർഗീസ് പറഞ്ഞു. പ്രത്യേക അക്കൗണ്ട് നിയമാനുസൃതമായി പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയവും സന്ദർഭമാണ്. ആ നിലയിൽ പാർട്ടിയുടെ നിയമവിധേയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ചെലവിന് വേണ്ടി 1 കോടി രൂപ പിൻവലിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ പിൻവലിച്ചതിനെ സംബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങൾ, അതായത് ഏപ്രിൽ മാസം 5-ാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരം അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ജീവനക്കാർ ബാങ്കിൽ ഹാജരാവുകയുണ്ടായി. അത് ഏപ്രിൽ 5-ാം തീയതി. ഏപ്രിൽ 2-നാണ് ഞങ്ങൾ 1 കോടി രൂപ പിൻവലിച്ചത്. എന്നാൽ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ 1 കോടി രൂപ പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന നിലയിൽ ഒരു പ്രത്യേക വ്യാഖ്യാനം നടത്തി അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടിയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം അവർ പറഞ്ഞു, ഇവരുടെ അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ തുടർന്ന് ഇടപാട് നടത്താൻ പാടില്ല. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പരിഷ്കരിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ നീക്കം. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തും. CITU, INTUC, BMS എന്നീ സംഘടനകളാണ് സമരത്തിലേക്ക് കടക്കുന്നത്. RTO ഓഫീസിലെ സേവനങ്ങളോട് സഹകരിക്കില്ലെന്ന് സംയുക്ത സംഘടനാ നേതാക്കൾ പറഞ്ഞു. പരിഷ്കരണം നടപ്പാക്കുന്നതിനായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആവശ്യപ്പെട്ടു. പുതിയ രീതി പ്രകാരം റോഡ് ടെസ്റ്റിന് ശേഷമാണ് ഇനി H ടെസ്റ്റ് നടത്തുക. പ്രതിദിന ടെസ്റ്റുകൾ 60-ആയി കുറച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ക്യാൻസറിനടക്കമുള്ള വില കൂടിയ മരുന്നുകൾ പുറമേ നിന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിൽ രോഗികൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് മരുന്ന് കിട്ടണമെങ്കിൽ ഏറെ നേരം ക്യൂവിൽ കാത്തു നിൽക്കണം. 1-2 മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന ശേഷമാണ് അറിയുക ഭൂരിഭാഗം മരുന്നുകളും ഇവിടെ സ്റ്റോക്കില്ല എന്നത്. മെഡിക്കൽ കോളേജിലെ സൗജന്യ മരുന്ന് വിതരണം ഭൂരിഭാഗവും നിലച്ചതോടെ ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ പുറമേ നിന്ന് വൻവില നൽകി വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ. മരുന്നില്ല. ആ ക്യൂവിൽ നിന്ന് അവിടെ ചെല്ലുമ്പോഴും ആ മരുന്നില്ല. എല്ലാം വില കൊടുത്ത് പുറമേന്ന് വാങ്ങിക്കണം. അതും കിട്ടാനില്ല. പുറമേ വില കൊടുത്താലും മരുന്ന് കിട്ടാനില്ല. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് തന്നെ 4 നീതി മെഡിക്കൽ സ്റ്റോറുകളും ഒരു ന്യായവില മെഡിക്കൽ ഷോപ്പും ഉണ്ടെങ്കിലും ഇവിടെയും പല മരുന്നുകളും ഇല്ലാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ 1000-ഉം 2000-ഉം 5000-ഉം 10000-ഉം എല്ലാം വില വരുന്ന മരുന്നുകൾ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാരുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 1000കണക്കിന് രൂപയുടെ മരുന്നുകളാണ് നമുക്കിവിടെ ഡോക്ടർമാർ എഴുതി തരുന്നത്. അതിവിടെ വന്നു കഴിഞ്ഞാൽ ക്യൂവിൽ നിന്ന് ഈ ചൂടത്ത് നിന്ന് കഴിഞ്ഞാൽ
ചാവാൻ പോകുന്നതിന് തുല്യമാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു മരുന്നില്ല, 2 മരുന്നില്ല. അതിലുള്ള നമുക്ക് വെറുതെ തരുന്ന പോലെയാണ് അവരുടെ സംസാരം, അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ. നമ്മൾ 10,000 ഉൾപ്പെടെ മരുന്ന് കൊടുത്തിട്ടാണ് ഈ സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത്. മിക്ക മരുന്നുകളും പിന്നെ സ്റ്റോക്കില്ല, അതാണ് ഏറ്റവും സത്യം. അപ്പം നമ്മൾ നിരാശയിൽ വേറെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകും. ഇതന്നെ അവിടുത്തെ അവസ്ഥ. കാശ് കൊടുത്താലും മരുന്ന് കിട്ടാനില്ല. പറയുമ്പോൾ എല്ലാം ഫ്രീ ആണെന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ പറയുന്നത്. പാവങ്ങൾക്ക് ഇവിടെ ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ഇതുണ്ട് അതുണ്ട് എന്ന് പറയുന്നല്ലാതെ അതൊന്നും ഇവിടെ വരുമ്പോൾ കിട്ടുന്നില്ല. മരുന്നുകൾ കിട്ടാതെ രോഗികൾ ദുരിതത്തിലായ സാഹചര്യത്തിലും വേനൽക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന അവസ്ഥയിലും അവശ്യമരുന്നുകൾ അടിയന്തരമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ലഭ്യമാക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. എന്നാൽ മരുന്നുകൾ മിക്കതും സ്റ്റോക്കില്ലാത്തതിനാൽ പുറമേ നിന്ന് വൻവില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ്. ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് കൊടും ചൂട് തുടരുന്നത്. തൃശൂർ, പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഇന്ന് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നു. സൂര്യാതപം, സൂര്യാഘാതം എന്നിവ ഏൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ഇന്നലെ 113.26 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. അടിക്കടിയുള്ള വർധന സംസ്ഥാനത്തെ കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്നാണ് കണക്കാക്കുന്നത്. വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് വകുപ്പ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കടുത്ത ചൂടും വരൾച്ചയും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനിടയാക്കി. പ്രതിസന്ധി പരിഹരിക്കാൻ ലോഡ് ഷെഡിംഗ് അടക്കം പരിഗണനയിലാണ്. ഇത് സംബന്ധിച്ച് നാളെ നടക്കുന്ന ഉന്നതതല സമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഡാമിന്റെ പ്രവേശന കവാട ഭാഗമായ പുളിയലപ്പാറയിൽ കരടിയെ കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രി വാൽപ്പാറയിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളാണ് റോഡിലൂടെ നടന്നു പോകുന്ന കരടിയെ കണ്ടത്. വാഹനത്തിന്റെ ശബ്ദവും വെളിച്ചവും കണ്ടപ്പോൾ റോഡിലൂടെ കുറെ നേരം ഓടിയ കരടി പിന്നീട് കാട്ടിലേക്ക് കയറിപ്പോയി. പുളിയലപ്പാറ മേഖലയിൽ സ്ഥിരമായി രാത്രികാലങ്ങളിൽ കരടികളെ കാണുന്നത് പതിവാണ്. രാജ്യത്ത് പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ വില 19 രൂപ കുറച്ചു. ഗാർഹിക ആവശ്യ സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ മാസം 31 രൂപ 50 പൈസ കുറച്ചിരുന്നു. അതേസമയം ഗാർഹിക ആവശ്യ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഫെബ്രുവരിയിലും മാർച്ചിലുമായി ഗാർഹിക ആവശ്യ സിലിണ്ടറിന്റെ വില 42 രൂപ കൂട്ടിയിരുന്നു. സർവ്വദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും റാലികളും പൊതുസമ്മേളനങ്ങളും നടന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ റാലിയും പൊതുസമ്മേളനവും നടന്നു. നടുവിലാലിൽ നിന്ന് നടന്ന പൊതുസമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന റാലിക്ക് ശേഷം മുണ്ടശ്ശേരി ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി AK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു. ചേലക്കരയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KR രവി ഉദ്ഘാടനം ചെയ്തു. AITC ചേലക്കര മണ്ഡലം സെക്രട്ടറി KA ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. AITC ചേലക്കര ഏരിയ സെക്രട്ടറി EN വാസുദേവൻ, CPM വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, ചേലക്കര ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ധീര രക്തസാക്ഷികളുടെ ജീവൻ വരെ ബലിയർപ്പിച്ചുകൊണ്ട് പോരാട്ടം തുടങ്ങുന്നതിനിടയിൽ പരമാവധി ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അടികിട്ടി ശരീരം വേദന ഭരണ CITU കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ലോകമല്ലേശ്വരം വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ നഗരം ചുറ്റി പോലീസ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. MG കിരൺ അധ്യക്ഷത വഹിച്ചു. മുസ്താഖ് അലി, AP ജയൻ, വിനി ഷാജി, TS ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. നിർദ്ദേശരാഷ്ട്ര സഭയുടെ കൂടി തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഔദ്യോഗികമായി തന്നെ ലോകത്താകെ ആചരിക്കപ്പെടുന്ന ഒന്നായി മാറി. ആ മെയ് ദിനം
കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് ചാലക്കുടി കൂടപ്പുഴയിൽ നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ആർപ്പുവിളികളിൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് സംഗമേശ്വരൻ പുഴയിൽ ആറാടിയത്. പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം 3 വട്ടമാണ് ഭഗവാന്റെ തിടമ്പുമായി തന്ത്രി തരണനെല്ലു ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പുത്തിലത്ത് ആനന്ദൻ നമ്പൂതിരിപ്പാട് എന്നിവർ ആറാട്ട് മുങ്ങിയത്. തന്ത്രി നഗരമണ്ണാത്തി വിക്രമൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പുത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവരും കാർമ്മികരായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് സംഘമെത്തിയത്. കൂടപ്പുഴ മനയിൽ പറന്നിറച്ചതിനു ശേഷം താളമേളങ്ങളോടെ സംഘം ആറാട്ടുകടവിലേക്ക് നീങ്ങി. തുടർന്ന് പുഴക്കടവിൽ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന പന്തലിൽ പൂജാതി കർമ്മങ്ങൾ നടന്നു. ഭഗവാൻ ആറാടിയ മഞ്ഞൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്തു. തുടർന്ന് ആറാട്ട് കഞ്ഞി പ്രസാദമായി നൽകി. ആയിരക്കണക്കിന് ആളുകൾ നീണ്ട നിരയായി നിന്നാണ് ആറാട്ട് കഞ്ഞി സ്വീകരിച്ചത്. ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിരുന്നു. ദേവസ്വം ചെയർമാൻ CK ഗോപി, അഡ്മിനിസ്ട്രേറ്റർ ഉഷ നന്ദിനി എന്നിവരുടെ നേതൃത്വത്തിൽ കൂടമാണിക്യം ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ആറാട്ടിന് സന്നിഹിതരായി. തൃശൂർ അവണൂരിൽ അച്ഛനെ വിഷം കൊടുത്ത് കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ആയുർവേദ ഡോക്ടറെ നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശശീന്ദ്രൻ വധക്കേസ് പ്രതി ഡോക്ടർ മയൂർനാഥിനെയാണ് നേപ്പാളിലെ ഉൾഗ്രാമത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം നേപ്പാളിൽ തന്നെ അടക്കം ചെയ്തതായാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഡോക്ടർ മയൂർനാഥ് അച്ഛൻ ശശീന്ദ്രനെ കടലക്കറിയിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം കാണാതായ ഇയാൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് നേപ്പാളിൽ മൃതദേഹം കണ്ടെത്തുന്നത്. ശശീന്ദ്രന്റെ ആദ്യ ഭാര്യ മകനാണ് മയൂർനാഥ്. അമ്മയുടെ മരണത്തിന് കാരണം ശശീന്ദ്രനാണെന്നും അമ്മയെ അച്ഛൻ സംരക്ഷിക്കാത്തതിലുള്ള പക മൂലമാണ് കൊലപാതകം നടത്തിയതെന്നുമായിരുന്നു മയൂർനാഥ് അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നത്. വളത്തോൾ പള്ളിക്കരയിൽ പട്ടാപ്പകൽ മോഷണം. വീട്ടമ്മയുടെ 4 പവന്റെ സ്വർണ്ണമാലയും വീട്ടിൽ സുഖമില്ലാതെ കിടന്നിരുന്ന വയോധികയുടെ 1.5 പവന്റെ സ്വർണ്ണമാലയും 2 അംഗ സംഘം കവർന്നു. പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ പറയഥനായ കൃഷ്ണന്റെ ഭാര്യ ഉർവശി, ഇവരുടെ പേരക്കുട്ടി ദിനേശിന്റെ ഭാര്യ രജിത എന്നിവരുടെ മാലയാണ് മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കമ്പിളി പുതുപ്പ് വിൽപ്പനയ്ക്ക് വന്ന വ്യാജേന ബൈക്കിലെത്തിയ ഒരാൾ വീടിന്റെ പുറത്തുനിന്ന് തുണികൾ എടുത്തുകൊണ്ടിരുന്ന രജിതയുടെ വായ് മുറ്റത്ത് കിടന്നിരുന്ന തുണി കൊണ്ട് പൊത്തിപ്പിടിക്കുകയും ഒപ്പമുണ്ടായിരുന്നയാൾ സുഖമില്ലാതെ കിടന്നിരുന്ന ഉർവശിയുടെ മാലയും പുറത്തു വന്ന രജിതയുടെ മാലയും പൊട്ടിച്ച് ഇരുവരും ബൈക്കിൽ കടന്നുകളയുകയായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബൈക്കുമ്പോൾ 2 ആൾക്കാർ ഹെൽമെറ്റും മാസ്കൊക്കെ വെച്ചിട്ട് വന്നു. അപ്പം ഞാൻ കോലായത്ത് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഒരാളങ്ങനെ അകത്തേക്ക് കയറി. അപ്പം ഞാൻ എന്തെങ്ങനെ പന്തിയല്ലാതെ ഒരാളകത്തേക്ക് പെട്ടെന്ന് വെച്ചിട്ട് എന്താ പതിവ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്ന അൾട്ടിയമ്മ ടർക്കി എടുത്തിട്ട് എൻ്റെ മുഖം വായ പൊത്തി പിടിച്ച് നിന്നു. അപ്പോൾ അകത്ത് അമ്മമ്മ സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മേനെ അവിടെ നിന്ന് സൗണ്ട് കേട്ടു. ഒരു പെട്ടിയൊക്കെ അമ്മമ്മയുടെ അവിടെ ഇരിക്കുന്നുണ്ട്. സൗണ്ട് ഇങ്ങനെ കേട്ടു. അത് കഴിഞ്ഞിട്ട് അവർ അപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ മുഖം പൊത്തി പിടിച്ചിരിക്കേണ്ടായിരുന്നു. എന്നിട്ട് അയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്കൂട്ടറിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ എൻ്റെ വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡ് ടാറിംഗ് ആരംഭിച്ചു. നബാർഡിൽ നിന്നും 5.60 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. 3.43 കിലോമീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമായി BMBC നിലവാരത്തിലാണ് റോഡ് പണിയുന്നത്. പഴയ കലുങ്കുകളുടെ പുനരുദ്ധാരണം, പുതിയ കലുങ്ക് നിർമ്മാണം, കാന, ഷോൾഡർ കോൺക്രീറ്റ് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC മൊയ്തീൻ MLA, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, പഞ്ചായത്ത് അംഗം KB ബബിത എന്നിവർ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. മുഴുവൻ കുട്ടികൾക്കും നീന്തൽ അറിയുന്ന വിദ്യാലയമെന്ന ഖ്യാതി ഇനി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന് സ്വന്തം. വിദ്യാലയം സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത കൈവരിച്ചതിന്റെ പ്രഖ്യാപനം കുഴിക്കാട്ടുശ്ശേരി മഷിക്കുളം പരിസരത്ത് നടന്നു. PTA നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകിയത്. 15,000-ലേറെ പേരെ നീന്തൽ പരിശീലിപ്പിച്ചിട്ടുള്ള പ്രശസ്ത പരിശീലകൻ ഹരിലാൽ മൂത്തേടത്താണ് വിദ്യാർത്ഥികളെ നീന്താൻ പഠിപ്പിച്ചത്. ഇതിനായി കുഴിക്കാട്ടുശ്ശേരിയിലെ മഷിക്കുളത്തിൽ 10 ദിവസം നീണ്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്നവർക്കാണ് പരിശീലനം നൽകിയത്. നീന്തൽ വശമുള്ളവരെ ഒഴിവാക്കി അറിയാത്തവർക്കായാണ് പരിശീലനം നൽകിയത്. പുറമെ താൽപ്പര്യമുള്ള അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്കൊപ്പം നീന്തൽ പരിശീലിച്ചു. മെയ് ദിനത്തിൽ കുഴിക്കാട്ടുശ്ശേരി മഷിക്കുളം പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ സജീവ് എടത്താടൻ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിനെ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത നേടിയ വിദ്യാലയമായി പ്രഖ്യാപിച്ചു.
പരിശീലകൻ ഹരിലാൽ മൂത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് KS സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VR മനോജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബിൻ M തോമസ്, സ്റ്റാഫ് സെക്രട്ടറി PU സന്ധ്യ, CB സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCB ന്യൂസ്, കൊടകര. തെങ്ങോലയുടെ ഈർക്കിൾ ചൂൽ ഉപയോഗിക്കുന്നവർ തന്നെ വിരളമാണ്. അപ്പോൾ അവ സ്വന്തമായി നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നവരോ അത്യപൂർവവും. എന്നാൽ നായരങ്ങാടി സ്വദേശി ദേവസിക്ക് ഇത് ദിനചര്യയാണ്. പേര് ദേവസി, സ്ഥലം നായരങ്ങാടി. സ്ഥിരമായി സൈക്കിളിൽ സഞ്ചരിക്കുന്ന കാരനോരുടെ പ്രായം കൂടി അറിയണം. ഈ മേടത്തിൽ 85 വയസ്സിലെത്തി. ലോറി ഡ്രൈവർ, കൂലിപ്പണിക്കാരൻ, കൃഷിക്കാരൻ, അങ്ങനെ എല്ലാ മേഖലകളിലും കൈവച്ച വിധേയത്തിൽ അന്തോണിയുടെ മകൻ ദേവസിയിൽ പ്രകടമാകുന്നത് ഒന്നാം തരം തൊഴിലാളിയുടെ കൈക്കരുത്ത്. ഈ മെയ് ദിനത്തിലെ താരവും അപ്പൂപ്പൻ തന്നെ. റോഡരികിൽ ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളെ അവഗണിക്കാറില്ല. പെറുക്കിയെടുത്ത് ചാക്കിലാക്കി ആക്രിക്കടയിലെത്തിക്കും. കാരണവർക്ക് മറ്റൊരു വരുമാനം കൂടിയാകുമ്പോൾ ഒഴിവാകുന്നതോ പരിസര മലിനീകരണവും. സൈക്കിളിൽ തൂങ്ങിക്കിടക്കുന്ന സഞ്ചികളിൽ ചില്ലറ പച്ചക്കറി സാധനങ്ങളും ഉണ്ടാകും. പരിസരവാസികൾ തുച്ഛമായ വിലയ്ക്ക് നൽകുന്ന ഇവയും ചന്തയിൽ വിൽപ്പന ചരക്കാകും. ഇവിടെ ഈ കൃഷിപ്പണി ഇവരുടെ കൂടെ ആയിരുന്നു, മുണ്ടമണിക്കാരുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോഡിങ്ങിന് ഇറങ്ങി. വിറക് കൊണ്ട് തടിയേറ്റലൊക്കെ ഉണ്ടായിരുന്നു. മണലേറ്റാൻ പോകും. അന്ന് മണ്ണിലേറ്റാൻ പോയാൽ 1 രൂപ തരും. വൈന്തലക്കാരനാണ് ദേവസി. പിതാവിനൊപ്പം ചെറുപ്പത്തിൽ നായരങ്ങാടിയിലെത്തി. ഭാര്യ ചേർച്ചി ഏതാനും വർഷം മുൻപ് മരിച്ചു. മകനോടൊപ്പമാണ് താമസം. ജീവിതശൈലി രോഗങ്ങളെയെല്ലാം ഇക്കാലമത്രയും ദേവസി അപ്പൂപ്പൻ വേലിക്ക് പുറത്തു നിർത്തി. ഈയിടെ ശ്വാസം മുട്ട്, തെല്ല് ബുദ്ധിമുട്ടുണ്ടാക്കി. എങ്കിലും കഴിയാവുന്നത്ര കാലം ആർക്കും ഭാരമാകാതെ അധ്വാനിച്ച് ജീവിക്കണമെന്ന അപ്പൂപ്പന്റെ ആഗ്രഹം ലോക തൊഴിലാളി ദിനത്തിൽ തിളങ്ങുന്ന സന്ദേശം കൂടിയാണ്. TCV ചാലക്കുടി. കണ്ണാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോറോ പള്ളിയിലെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ ബേസിൽ തേക്കുമഠത്തിൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഈ മാസം 3, 4, 5, 6, 7 ദിവസങ്ങളിലാണ് തിരുനാൾ. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവില ഒറ്റയടിക്ക് താഴ്ന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 6555 രൂപയായി. പവന് 800 രൂപ താഴ്ന്ന് 52,440 രൂപയായി. മാർച്ച് 29-നാണ് സ്വർണ്ണവില 50,000 കടന്നത്. ഒറ്റത്തവണ 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞു നിന്ന സ്വർണ്ണവില ഏപ്രിൽ മുതലാണ് വീണ്ടും ഉയരാൻ തുടങ്ങിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചേർപ്പ് വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോൺസൺ ചിറമൽ, ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KP വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മെയ് ദിനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും റാലിയും നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സണ്ണി വടക്കൻ അധ്യക്ഷരായിരുന്നു. VG സുബ്രഹ്മണ്യൻ, CK വിജയൻ, PR മനോജ്, PG സുബിദാസ്, P ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ ഓർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് സമൂഹ സദ്യ നടന്നു. തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും ധൂപപ്രാർത്ഥനയും അനീതാ ശുശ്രൂഷയും നടന്നു. തുടർന്ന് മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ സദ്യയുടെ ആശീർവാദം നടന്നു. 15,000-ഓളം പേർ സമൂഹ സദ്യയിൽ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രക്തദാന ക്യാമ്പ് നടന്നു. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിത്തൊടി നായർ വീട്ടിൽ പറയത്തനായ ശ്രീരാമൻ നായരുടെ ഭാര്യ സത്യഭാമയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി വീട് തുറക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ദുർഗന്ധം വമിക്കുന്നതായി അനുഭവപ്പെട്ടു. തുടർന്ന് വീട് തുറന്നു നോക്കിയപ്പോൾ ബാത്റൂമിനുള്ളിൽ സത്യഭാമയെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സത്യഭാമ മകൾ പ്രജിതയുടെ വീട്ടിലാണ് താമസം. മകൾ വിദേശത്തേക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോയതിനെ തുടർന്ന് സത്യഭാമ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. പ്രധാന വാർത്തകൾ വീണ്ടും.
ആദായനികുതി വകുപ്പ് പാർട്ടിയെ വേട്ടയാടുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. പാർട്ടിയുടെ 1 കോടി രൂപ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിന്റെ നടപടിയെ നിയമപരമായി നേരിടുമെന്നും MM വർഗീസ്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ നീക്കം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ക്യാൻസറിനടക്കമുള്ള വില കൂടിയ മരുന്നുകൾ പുറമേ നിന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിൽ രോഗികൾ. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ചുട്ടുപൊള്ളി ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറയിൽ കരടിയിറങ്ങി. മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പതിവാകുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.